വെസ്റ്റ് ഇൻഡീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന T20 ലോകകപ്പിൽ മിന്നും ഫോമിലാണ് ഇന്ത്യ ഉള്ളത്. സൂപ്പർ 8-ലെ ആദ്യ 2 കളികളിലും ജയം നേടിയ ഇന്ത്യ സെമിഫൈനൽ യോഗ്യതയും ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞു. സൂപ്പർ 8-ലെ 2ാം മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ 50 റൺസിന് തോൽപ്പിച്ചതോടെയാണിത്. സൂപ്പർ 8 ആദ്യ മാച്ചിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തകർത്തിരുന്നു. 2ാം T20 ലോക കിരീടമാണ് ഇന്ത്യ ഇത്തവണ ലക്ഷ്യമിടുന്നത്. ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയിച്ചാണ് ടീം ഇന്ത്യയുടെ മുന്നേറ്റം. ഇന്ത്യ ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ബംഗ്ലാദേശിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ബംഗ്ലാദേശ് ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടിരുന്നതിനാൽ സെമി കാണാതെ പുറത്താകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. നിലവിൽ സൂപ്പർ 8 ഗ്രൂപ്പ് 1-ൽ 4 പോയിന്റുകളുമായി 1ാം സ്ഥാനത്താണ് ഇന്ത്യ. അതേസമയം ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ T20 ടീമിൽ വമ്പൻ മാറ്റം വരുമെന്നാണ് സൂചന. സീനിയർ താരങ്ങൾ T20 മതിയാക്കുമെന്നും യുവതാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ടീമിനെ അടുത്ത ലോകകപ്പ് ലക്ഷ്യമിട്ട് ഇന്ത്യ ഒരുക്കിയെടുക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. T20 ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ ആദ്യ പരമ്പര സിംബാബ്വേയിലാണ് നടക്കാൻ പോകുന്നത്. 5 മത്സരങ്ങളാണ് ടീം അവിടെ കളിക്കുക. സിംബാബ്വെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ഉടൻ തന്നെ സെലക്ടർമാർ പ്രഖ്യാപിക്കുമെന്നും T20 ലോകകപ്പ് സ്ക്വാഡിലുണ്ടായിരുന്ന ഭൂരിഭാഗം താരങ്ങളും ഈ ടീമിൽ കാണില്ല എന്നുമാണ് സൂചനകൾ. ഇപ്പോൾ ടീമിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചില നിർണായക സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. പുതിയ ക്യാപ്റ്റനാകും ഈ പരമ്പരയിൽ ടീമിനെ നയിക്കുകയെന്നും IPL-ൽ തിളങ്ങിയ ചില യുവതാരങ്ങൾക്ക് ടീമിലേക്ക് വിളി വരുമെന്നുമാണ് റിപ്പോർട്ട്. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററും T20 ലോകകപ്പിൽ ടീമിലുണ്ടായിട്ടും ഒരവസരം പോലും ലഭിക്കാത്ത താരവുമായ സഞ്ജു സാംസണും ഈ ടീമിൽ പ്രധാന റോളിലെത്തുമെന്ന സൂചനകളുണ്ട്. T20 ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുന്ന രോഹിത് ശർമ്മയും ഉപനായകനായ ഹാർദിക് പാണ്ഡ്യയും സിംബാബ്വെ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ല എന്നാണ് സൂചന. ഇവർക്ക് വിശ്രമം അനുവദിക്കപ്പെടുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ ക്യാപ്റ്റനാകാനുള്ള സാധ്യതകളാണ് ഉയർന്നു നിൽക്കുന്നത്. T20-ൽ മുൻപ് ഇന്ത്യയെ നയിച്ചു പരിചയമുള്ള കളിക്കാരനാണ് സൂര്യകുമാർ യാദവ്. IPL-ൽ ഇത്തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ച ശ്രേയസ് അയ്യർ T20 ടീമിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ സംഭവിച്ചാൽ സിംബാബ്വെ പര്യടനത്തിൽ അദ്ദേഹത്തെ തേടി ക്യാപ്റ്റൻസി എത്താനുള്ള സാധ്യതകളുണ്ടെന്നും സൂചനയുണ്ട്. സഞ്ജു സാംസണ് ഈ ടീമിൽ ഇടമുണ്ടാകുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലുണ്ടെങ്കിലും ഒരു കളിയിൽ പോലും അദ്ദേഹത്തിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചിട്ടില്ല. ഇന്ത്യ വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റം വരുത്താൻ താല്പര്യപ്പെടാത്തതിനാൽ വരാനിരിക്കുന്ന കളികളിലും സഞ്ജുവിന് ടീമിൽ ഇടം ലഭിക്കുന്ന കാര്യം സംശയമാണ്. സിംബാബ്വെ പര്യടനത്തിൽ ഋഷഭ് പന്തിന് വിശ്രമം അനുവദിച്ചേക്കുമെന്നതിനാൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി സഞ്ജു എത്താനുള്ള സാധ്യതയുമുണ്ട്. ഇക്കഴിഞ്ഞ IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇടൻകയ്യൻ പേസർ യഷ് ദയാലിന് ഇന്ത്യൻ ടീമിലേക്ക് ആദ്യമായി വിളി വരാനുള്ള സാധ്യതയുണ്ട്. IPL 2024-ൽ 14 കളികളിൽ 15 വിക്കറ്റുകൾ വീഴ്ത്താൻ യഷിന് കഴിഞ്ഞിരുന്നു. T20 ലോകകപ്പ് ടീമിനൊപ്പം റിസർവ് താരങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടൻകയ്യൻ പേസർ ഖലീൽ അഹമ്മദ്, വലങ്കയ്യൻ പേസർ ആവേശ് ഖാൻ എന്നിവരും സിംബാബ്വെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. ജൂലൈ 6-ാം തീയതിയാണ് ഇന്ത്യയുടെ സിംബാബ്വെ പര്യടനം ആരംഭിക്കുന്നത്. മൊത്തം 5 മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ ഉണ്ടാവുക. ഹരാരെയാണ് മുഴുവൻ മത്സരങ്ങൾക്കും വേദിയാകുന്നത്. ജൂലൈ 6, 7, 10, 13, 14 തീയതികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക.